ഫലസ്തീനിലെ ഗസയിൽ നിന്ന് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ, അവിടുത്തെ പള്ളിയിലെ ഖത്തീബ് ഖുതുബ പൂർത്തിയാക്കാൻ കഴിയാത്ത വിഷമത്തിന്റെ വാർത്ത വായിച്ചില്ലേ സഹോദരങ്ങളെ? നമ്മൾ പട്ടിണിയാണ് കാരണം, വിശപ്പ് സഹിക്കവയ്യാതെ വെള്ളിയാഴ്ച പ്രാർത്ഥനയുടെ ഭാഗമായി നടക്കുന്ന ജുമുഅ ഖുതുബക്ക് പോലും പള്ളിയിലെ ഖത്തീബിന് നേതൃത്വം കൊടുക്കാൻ കഴിയാത്ത അവസ്ഥ വരുന്നു. അവിടുത്തെ പിഞ്ചുമക്കള് പോഷകാഹാരം കിട്ടാതെ മരിക്കുകയാണ്. ഇസ്രായേൽ എന്ന് പറയുന്ന ജൂതത്തമ്മാടി രാഷ്ട്രത്തിന്റെ കിരാതമായ ആക്രമണം ഒരു ഭാഗത്ത്, അവരുടെ ഉപരോധം ഒരു ഭാഗത്ത്, എന്നിട്ടും ലോകരാജ്യങ്ങൾ നിശ്ചലമായി നിൽക്കുന്നുവെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, ഇവിടെയാണ് പ്രവാചകന്റെ സന്ദേശം നമ്മൾ വായിക്കേണ്ടത്. ഈ കെട്ടകാലത്ത്, മനുഷ്യത്വം മരവിച്ച കാലത്ത്, അല്ലെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഇന്നിവിടെ നടന്ന മീലാദ് റാലിയല്ല, ലോകത്തെ ഏറ്റവും മനോഹരമായ മീലാദ് വിളംബര മീലാദ് പരിപാടികൾ നടക്കുന്നതും ഇഷ്ക് പ്രകടനങ്ങൾ നടക്കുന്നതും ഒരുപക്ഷെ ലോകത്ത് മനോഹരമായ കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയുന്നത് അത് ഗസയിൽ നിന്നാണ്. ഇസ്രായേലിന്റെ തീത്തുപ്പുന്ന യുദ്ധവിമാനങ്ങൾ മുന്നിൽ കടന്ന് പറക്കുമ്പോഴും യാ നബി സലാം അലൈക്കും എന്ന് പാടാൻ, ഇഷ്ക് പ്രകടിപ്പിക്കാൻ വെമ്പൽ കൊള്ളുന്ന ഗസയിലെ സഹോദരങ്ങളെ നമ്മൾ കാണണം. ആ ഗസയിലെ പിഞ്ചുമക്കളെ പട്ടിണി വിട്ടു കൊല്ലുന്നത് കാണുമ്പോ ഇവിടത്തെ കേരളത്തിലെ ചില ആളുകൾ പോലും അവർ കൊല്ലപ്പെടേണ്ടവരാണെന്ന ഒരു പൊതുബോധത്തിലേക്ക് സാമ്രാജ്യത്വം ആളുകളെ എത്തിച്ചുകൊണ്ടിരിക്കുന്നുവെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ വായിക്ക് യമാമയുടെ ഭരണാധികാരിയായ സുമാമയുടെ ചരിത്രം നിങ്ങൾ വായിക്ക്. ഞാൻ ദീർഘിപ്പിച്ച് സംസാരിക്കുന്നില്ല. യമാമയുടെ ഭരണാധികാരി ഹിജറ 6-ാം വർഷം പല രാജാക്കന്മാരെയും ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ട് പ്രവാചകൻ കത്തെഴുതിയിരുന്നു. അങ്ങനെ കത്ത് ലഭിച്ച ആളാണ് യമാമയുടെ ഭരണാധികാരിയായ സുമാമ. അത് കേട്ട സമയത്ത് കത്തിപ്പിച്ച് ചിന്തിയിട്ട് പ്രവാചകൻ മുഹമ്മദ് നബിയെ വധിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ച സുമാമ, പക്ഷേ എന്റെ പ്രിയപ്പെട്ടവരെ, തടവുകാരനാക്കപ്പെട്ടു. അങ്ങനെ മദീനത്തെ പള്ളിയിൽ 3 ദിവസം വിശ്വാസികൾക്കൊപ്പം കഴിയേണ്ടി വന്നു. ആ പ്രവാചകനോട് അനുയായികൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന സ്നേഹപ്രകടനങ്ങളും ആ പ്രവാചകന്റെ സംസ്കാരവും സുമാമ വായിച്ചെടുത്ത സമയത്ത് ആ സുമാമയ്ക്ക് മാനസികമായ പരിവർത്തനം ഉണ്ടായി. സുമാമ മുസ്ലിമായി പരിശുദ്ധമായ ഹജ്ജ് ഉംറ നിർവഹിക്കാൻ വേണ്ടി പരിശുദ്ധമായ മക്കയിലേക്ക് ചൊല്ലിപ്പോകുമ്പോൾ, തൽബിയത്ത് ചൊല്ലിപ്പോകുന്ന സമയത്ത് ഇസ്ലാമിന്റെ ശത്രുക്കൾ ഈ മന്ത്രം കേട്ട സമയത്ത് സുമാമയെ കൊല്ലാൻ വേണ്ടി 2023 സെപ്റ്റംബറിൽ പാർലമെന്റിൽ അവതരിപ്പിച്ച ഒരു കണക്കുണ്ട്. ഒരു വർഷം 2023 സെപ്റ്റംബറിൽ ഒരു വർഷം നമ്മുടെ രാജ്യത്തിൽ നിന്ന് കാണാതായ പെണ്ണുങ്ങൾ 13 ലക്ഷത്തിലധികം വരുന്ന പെണ്ണുങ്ങളാണ്. എങ്ങോട്ടാണ് ഈ കാണാതായ സ്ത്രീകൾ പോകുന്നത്? ഇവിടെയാണ്. ഇസ്ലാമിലെ സ്ത്രീ നിലപാടാണ് ശരിയെന്ന് ആധുനിക ഫെമിനിസ്റ്റ് വാദികൾ അംഗീകരിക്കേണ്ട ഒരു കാലം, വിദൂരമല്ലാത്ത ഒരു കാലം നമ്മുടെ മുന്നിൽ വരാനിരിക്കുകയാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അതേപോലെ പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാതായ പെൺകുട്ടികൾ, ഇത് കേവലം ഒരു മധ്യപ്രദേശിന്റെ മാത്രം ചരിത്രമല്ല. നിങ്ങൾ ഗുജറാത്തിലെ കണക്കെടുക്ക്, 2016 മുതൽ 2020. അതേപോലെ നിബ്രാസിന്റെയും മഞ്ഞപ്പറ്റ ICSന്റെയും ശില്പിയാണ് അഭിമന്യ ഗുരു ഉസ്താദുൽ അസാത്തിദ് ഓകെ ഉസ്താദിന്റെ അരുമ ശിഷ്യനാണ്. ആ ബഹുമാനപ്പെട്ട ഉസ്താദ് അവർക്ക് സമ്മാനിക്കുന്ന അവാർഡ്, ആ അവാർഡ് സമ്മാനം ദാനവും ആ ചടങ്ങിൽ വെച്ചുകൊണ്ട് നടക്കുകയാണ്. ഞാൻ അവസാനിപ്പിക്കുന്നു. വേങ്ങരക്കാർക്ക് എന്റെ തൊട്ടടുത്ത് നിൽക്കുന്ന ആദരണീയരായ ശിഹാബുദങ്ങളെ ഞാൻ പരിചയപ്പെടുത്തി തരേണ്ട ആവശ്യമില്ല. പതിറ്റാണ്ടുകളായി നിങ്ങൾ അനുഭവിച്ചതാണ്. ആത്മീയ മേഖലയിൽ, സാമൂഹിക മേഖലയിൽ, സേവന മേഖലയിൽ ഇസ്ലാമിക് സെന്റർ ചെയ്ത സേവനങ്ങൾ, അവിടുന്ന് പഠിച്ചിറങ്ങിയ കുട്ടികൾ ഇന്ന് സർക്കാർ ഉദ്യോഗത്തിൽ അവരിന്ന് സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. വിദേശ രാജ്യങ്ങളിലുണ്ട്, ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിലുണ്ട്. വേങ്ങരയിലെ സഹോദരങ്ങളെ, നിങ്ങൾ സഹായിച്ചത് പാഴായിട്ടില്ല. ഈ രാജ്യത്ത്